ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതിനെയാണ്. അപ്പം ശ്രുതി പറയുകയാണ് രേവതിയോട്, ആന്റിക്കായിരുന്നു ഏറെ പ്രതീക്ഷ, എന്നെക്കാളും വിഷമായത് ആന്റിക്ക. അതെ, എനിക്കറിയാം. പിന്നെ കുറച്ച് സമയം ശ്രീകാന്തിന്റെ കാര്യമൊക്കെ മറന്നിരിക്കുകയായിരുന്നു. വീണ്ടും അത് ഓർമ്മ വന്നു. അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കുഞ്ഞിക്കാലം ഉണ്ടാകുന്നു എന്നറിഞ്ഞപ്പോഴത്തേനും ഉണ്ടല്ലോ, ശ്രീകാന്തിന്റെ വർഷയുടെ കാര്യം അങ്ങ് മറന്നായിരുന്നല്ലോ. അതാ ഞാൻ പറഞ്ഞത്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി പറഞ്ഞത്, ഓ ആ തള്ളക്ക് വേറൊരു പണിയും ഇല്ലല്ലോ എന്ന്. ഇങ്ങനെ മനസ്സിലാട്ടോ ഇങ്ങനെ പറഞ്ഞത്, മനസ്സിലല്ല, ഇങ്ങനെ പതുക്കെ. അപ്പോഴത്തേക്കും രേവതി ചോദിച്ചു, എന്താ ശ്രുതി പറഞ്ഞത്? ഒന്നുമില്ല ഒന്നുമില്ല രേവതി. എന്നാ പിന്നെ ഞാൻ അങ്ങ് പോവാ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി അങ്ങ് പോവുകയാണ്. നമ്മുടെ രേവതിയാണ് ചപ്പാത്തിയൊക്കെ പരത്തിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് കാണിക്കുന്ന സുധീനെയാണ്. സുധിയാണെങ്കിൽ ഫോണിൽ ഇങ്ങനെ എന്തൊക്കെയോ നോക്കി കാണുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി കയറി വരികയാണ് കേട്ടോ. ശ്രുതി കയറി വന്ന ഉടനെ തന്നെ, ശ്രുതി ഇങ്ങ് വന്നേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, അതെ ദേ നീ ഇങ്ങോട്ടേക്ക് നോക്കിക്കേ, ദേ ഇതൊന്ന് നീ കണ്ടേ എന്ന് പറഞ്ഞ് ഫോൺ ഇങ്ങനെ കാണിക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ചോദിച്ചു, ഇതെന്താ? അതെ, കാനഡയിലുള്ള ഒരു ഫേമസ് ബ്യൂട്ടി പാർലറാ. ഞാൻ പോയതിനു ശേഷം നിന്നെ കൊണ്ടുപോകാമല്ലോ. ഏതായാലും നമുക്ക് ബ്യൂട്ടി പാർലർ നടത്താം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി എന്ത് ചെയ്തു, കയ്യിലിരുന്ന് ചായ എടുത്ത് കയ്യിൽ ഇങ്ങനെ വെച്ചു കേട്ടോ. അത് ചായയുടെ ചൂട് ഇങ്ങനെ തട്ടാൻ വേണ്ടി ഇങ്ങനെ ഗ്ലാസ് ഇങ്ങനെ കയ്യിൽ വെച്ചപ്പോഴത്തേക്ക്, ഇതെന്താ ശ്രുതി കാണിച്ചത്? എൻ്റെ അമ്മയെ പൊള്ളിപ്പോയല്ലോ, നിനക്ക് എന്താ പറ്റിയത്? ദേ ഞാനൊരു കാര്യം ചോദിക്കോട്ടെ, ശ്രുതി ഈ ലോകത്തൊന്നും അല്ലേ, കാനഡ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. അത് പിന്നെ ഏജൻസിന്ന് ഫോൺ വന്നോണ്ടേ ഇരിക്കുക, ടൈം അടുത്ത് വരിക, പെട്ടെന്ന് തന്നെ ക്യാഷ് കെട്ടിവെക്കണം. ഞാൻ വേണ്ടാന്ന് പറഞ്ഞല്ലേ ശ്രുതി, പിന്നെ എന്തിനാ? അത് പിന്നെ ഇതിനേക്കാൾ നല്ലൊരു ജോലി എനിക്കിനി കിട്ടിയെന്ന് വരില്ല. 14 ലക്ഷം അടച്ചു കഴിഞ്ഞ ജോലി ഓക്കെയാ. 14 ലക്ഷം എന്റെ പൊന്നു ശ്രുതി, എന്റെ തലയ്ക്ക് വട്ടെടുത്ത് നിൽക്കുക. നിർത്തുന്നുണ്ടോ? ഏത് നേരവും പൈസ 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 പൈസ. അത് പിന്നെ നിന്റെ അച്ഛൻ മലേഷ്യയിൽ ഫ്ലൈറ്റ് ഇതുവരെ കയറിയില്ലേ? ഇതുവരെ ഇവിടെ എത്തിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ശ്രുതി എന്ത് ചെയ്തു, ചായ എടുത്ത് ഇങ്ങനെ കാലിൽ ഇങ്ങനെ വെച്ചു. കാലിലല്ല, സോറി, കയ്യിൽ ഇങ്ങനെ വെച്ചു. അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, നീ എന്താണ് ഈ കാണിക്കുന്നത്? എന്റെ കൈ പൊള്ളി പോകുന്നു. മിണ്ടാതെ അവിടെ പോയി ഇരുന്നോ, ഇല്ലെങ്കിലേ ഇതുപോലെ ഞാൻ ചൂട് വെക്കും. ഒരു കാനഡ ഒരു ജോലി, മര്യാദയ്ക്ക് മിണ്ടിപ്പോകരുത്. ഓ എന്റെ ഈശ്വരാ, എന്റെ ജോലിയും പോയി, എന്റെ ജീവിതവും പോയി, കയ്യും പൊള്ളി. നിനക്ക് എന്താ വട്ടാണോ? വട്ട, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പെരുത്ത വട്ട്, നിങ്ങൾ മാറിപ്പോക്കോ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ശ്രുതിയാണെങ്കിൽ ആകെപ്പാടെ കൈവിട്ട് നിൽക്കുക. അതിന്റെ കൂടെയാണ് മലേഷ്യയിലെ അല്ല, കാനഡയിലെ ജോലി, മലേഷ്യയിലെ അച്ഛന്റെ കാര്യം എടുത്തിട്ട് പിന്നെ എങ്ങനെ ദേഷ്യം വരാതിരിക്കും. എന്നാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന അവിടെ രവീന്ദ്രനെ ആട്ടോ. അപ്പൊ രവീന്ദ്രനെയും സച്ചിയാണ്. അപ്പൊ രവീന്ദ്രനും സച്ചി ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എന്തിനാടാ നടക്കാൻ പോയ എന്നെ നീ ഈ കൈ പിടിച്ചിക്കോട്ട് കയറ്റുന്നത്? അതെ, എന്റെ അച്ഛന്റെ കാല് വേദനിക്കില്ലേ? എന്റെ കാല് വേദനിച്ചെന്ന് ഓർത്തിട്ട് ഇപ്പൊ നിനക്ക് എന്താ കുഴപ്പമിരിക്കുന്നത്? അതെ, ഞാൻ നടക്കാൻ പോയതേ എനിക്ക് നല്ല ഉറക്കം കിട്ടണം, അതുപോലെ എന്റെ ശരീരത്തിന് നല്ല വ്യായാമം വേണം, അതും കൊണ്ടാ. അത് നടന്നപ്പം കിട്ടിയില്ലോ, ഇനിയിപ്പം പിടിച്ചു കയറ്റിയെന്ന് ഓർത്ത് കുഴപ്പമൊന്നും ഇല്ലല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അവിടെ നിൽക്കുന്നുണ്ട്. ശ്രുതി നിൽക്കുന്നത് കണ്ടതും രവീന്ദ്രൻ ചോദിച്ചു, അല്ല എന്തിയേ കണ്ടില്ലല്ലോ, ചന്ദ്ര എന്തിയെ മോളെ? അത് പിന്നെ അമ്മ അകത്തുണ്ട്, ഭയങ്കര വിഷമത്തിലാന്ന് തോന്നുന്നു. ഓ അകത്താണല്ലേ, അതാണ് അച്ഛാ വീട് സൈലന്റ് ആയിട്ട് കിടക്കുന്നത്. എന്തെങ്കിലും നമുക്ക് ഇട്ടുകൊടുത്താലോ ഒന്ന് പൊട്ടിത്തെറിക്കാന്? നീ ഒന്നും മിണ്ടാതിരിക്കടാ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു പോസ്റ്റ്മാൻ വന്നിട്ട്, അതെ ശ്രീകാന്ത് എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു പാഴ്സൽ വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പെട്ടെന്ന്, ശ്രീകാന്തേ എടാ നിനക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ടടാ എന്നിങ്ങനെ പറയാ. നമ്മുടെ രവീന്ദ്രൻ സത്യം പറഞ്ഞ മറന്നുപോയിട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയും ഓടി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ, അശോ അവൻ എന്താ ഇതുവരെ വരാത്തത്? പോസ്റ്റ്മാൻ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? എടാ ശ്രീകാന്തേ, എടാ വാടാ മോളെ രേവതി, നീ പോയി ശ്രീകാന്തിനെ വിളിച്ചോണ്ട് വന്നേ, പാഴ്സൽ വന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ അവൻ പെട്ടെന്ന് ഇറങ്ങി വരും. അപ്പോഴേക്കും നമ്മുടെ സച്ചി, അത് പിന്നെ അച്ഛാ, ഇതെന്താ നിങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ശ്രീകാന്തിനെ വിളിക്കാൻ ഞാൻ പറഞ്ഞില്ലേ? പെട്ടെന്ന് പോയി ശ്രീകാന്തിനെ വിളിച്ചിട്ട് വാ. ആ പോസ്റ്റ്മാന് ഇവിടെ മാത്രം ഇത് തന്നാ മതിയോ? പല സ്ഥലത്തും കൊടുക്കാനുള്ളതല്ലേ? പെട്ടെന്ന് ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ സച്ചി പതിയെ ചെന്നിട്ട്, അത് പിന്നെ ശ്രീകാന്ത് ഇവിടെ ഇല്ലല്ലോ അച്ഛാ. ശ്രീകാന്ത് ഇവിടെ ഇല്ലേ? അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രന് ഓർമ്മ വന്നത് കാര്യങ്ങളൊക്കെ.
അയ്യോ, അവന് ഇതുവരെ വന്നില്ലല്ലോ അല്ലെ? ആ കാര്യം സത്യം പറഞ്ഞാലേ ഞാൻ വിട്ടുപോയി മോനെ. അവൻ വന്നു എന്ന എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർത്തത്. ഞാനേ മറന്നുപോയിന്ന്. ഇത് കേട്ടതും ഭയങ്കര സങ്കടത്തോടു കൂടി നമ്മുടെ സച്ചി ദയനീയ അവസ്ഥയിൽ നമ്മുടെ രവീന്ദ്രനെ ഒന്ന് നോക്കുക. അപ്പൊ പോസ്റ്റ്മാൻ പറഞ്ഞു, ഇതാരെങ്കിലും ഒന്ന് മേടിക്കും, എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ സച്ചി പോയി ആ ഒരു പാഴ്സൽ മേടിക്കാൻ കേട്ടോ. എന്നിട്ട് പറഞ്ഞു, അതെ ശ്രീകാന്ത് ഇവിടെ ഇല്ല, ഞാൻ അവന്റെ ഏട്ടനാ, ഞാൻ ഒപ്പിട്ട് മേടിച്ചാൽ മതിയോ? ആ അത് മതി സാർ, എന്നാ ഒപ്പിട്ടോ എന്ന് പറഞ്ഞ ഒരു ഷീറ്റ് പേപ്പറും കൊടുത്തിട്ട് ഒപ്പിടുകയാണ്. ഒപ്പിട്ടിട്ട് നമ്മുടെ സച്ചി ആ ഒരു പാഴ്സൽ മേടിച്ചു കേട്ടോ. പാഴ്സൽ മേടിച്ച് അകത്ത് കയറ്റിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യ് രേവതി, ഇത് കൊണ്ടുപോയി ശ്രീകാന്തിന്റെ റൂമിൽ വെക്കേ, അല്ലെ പോട്ടെ നീ നമ്മുടെ റൂമിൽ വെച്ചാലും മതി എന്നിങ്ങനെ പറഞ്ഞപ്പം പെട്ടെന്ന് ചന്ദ്ര ഇങ്ങോട്ട് വന്നിട്ട്, അതെ ഞാന് ശ്രീകാന്തിന്റെ അമ്മ, എനിക്കറിയാം ഇതെവിടെ വെക്കണം എവിടെ വെക്കണ്ടെന്ന്, ഇതേ ഞാൻ വെച്ചോളാന്ന് പറഞ്ഞത് തട്ടിപ്പറിച്ചു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, ആന്റി ശ്രീകാന്തും വർഷയും ഇന്ന് വരുന്ന ഞാൻ കരുതിയത്. അവര് അപ്പൊ ഇന്നും വരില്ല ആന്റി? എങ്ങനെ വരാനാ? എനിക്കറിയാം എങ്ങനെ വരാനാ ആന്റി. അടി വാങ്ങിയത് വർഷയുടെ അച്ഛനല്ലേ. ആ ആ വിഷമം വർഷയ്ക്കല്ലേ അറിയത്തുള്ളൂ. അതുമല്ല അവര് അവര് സത്യത്തിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കും. എല്ലാവരുടെയും മുമ്പിൽ വെച്ചല്ലേ അടി കിട്ടിയത്. സച്ചി പോയി അവരോട് മാപ്പ് പറഞ്ഞാല് ഞാൻ പോയി അവരോട് എന്തിനു മാപ്പ് പറയണം? അവരെ രേവതിയോട് വന്ന് മാപ്പ് പറയുക ചെയ്യേണ്ടത്, അല്ലാതെ ഞാനല്ല പോയി അവരോട് മാപ്പ് പറയേണ്ടത്. അങ്ങനെ ഒരിക്കലും ഞാൻ മാപ്പ് പറയാനും പോകുന്നില്ല. ദേ ഇത്രയും വലിയ മനുഷ്യൻ ഇവളോട് വന്ന് മാപ്പ് ചോദിക്കണമെന്നോ? നീ എന്താ സച്ചി പറയുന്നത്? രവിയേട്ടാ ഇവൻ പറയുന്നത് കേട്ടില്ലേ? ഇവനെ ഒരു വകതിരിവില്ല, അതുകൊണ്ടാ ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ആ മനുഷ്യൻ വന്ന് കാല് പിടിക്കണമെന്ന്. എന്റെ ഈശ്വര, ശ്രീകാന്ത് ഇനി വരുവോ ആവോ? എനിക്കറിയില്ല. എന്റെ മോനില്ലാതെ എനിക്ക് ഒന്നും അങ്ങോട്ട് ഇറങ്ങുന്നുമില്ല. അവനില്ലാതെ ഒരു സമാധാനമില്ല. അതെനിക്കറിയാം. ആന്റിക്ക് നല്ല വിഷമമുണ്ട്. പാവം ആന്റി. അങ്കിളും ശ്രീകാന്തിനെ മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അങ്കിളിന് ഇപ്പം ശ്രീകാന്ത് ഇവിടെ ഉണ്ടെന്ന് തോന്നിപ്പോയത്. ശ്രീകാന്ത് ഇനി വരുന്ന എനിക്ക് തോന്നുന്നില്ല. ശ്രുതി ആട്ടോ ഇത് പറഞ്ഞത്. ഇത് കേട്ടോ നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നു കേട്ടോ. എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണ് നമ്മുടെ ശ്രുതി ചെയ്യുന്നത്. അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കണം, അതാണ് നമ്മുടെ ശ്രുതിയുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് വീണ്ടും സങ്കടം വരികയാണ്. അപ്പൊ നമ്മുടെ രവീന പറഞ്ഞു, ഇനി എന്തിനാ മോളെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? അവൻ വരുമ്പോ വരട്ടെ, അവൻ പോകുമ്പോ പോട്ടെ, അല്ലാതെ നമ്മൾ എന്ത് പറയാനാ? നമുക്ക് ഇതിലൊരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. മൂന്ന് മക്കൾക്കും മരുമക്കൾക്കും ഒപ്പം സന്തോഷത്തോടുകൂടി കഴിയുന്നത് കണ്ടിട്ട് അസൂയുള്ളവരൊക്കെ കാണുമായിരിക്കും. ആരോ കണ്ണു വെച്ചതാ. ദേ ആരും കണ്ണു വെച്ചതൊന്നും അല്ല അച്ഛാ, ഇത് സച്ചി കൈ വെച്ചത് കൊണ്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്ന് ശ്രുതി പറയുന്നത് കേട്ടിട്ട് വീണ്ടും നമ്മുടെ സച്ചിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. നമ്മുടെ ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, വേണ്ട പോട്ടെ, അവൻ വരും, അത് ഉറപ്പായ കാര്യം തന്നെയാ. അവൻ വരാതെ എവിടെ പോകാന്? അവൻ എന്റെ മോനാ, അവന് ഞാനാ വളർത്തിയത്. എനിക്കറിയാം അവൻ എന്നെ വിട്ട് ഒത്തിരി ദിവസമൊന്നും അങ്ങ് മാറി നിൽക്കാൻ പറ്റില്ല. അവന് വന്നല്ലേ പറ്റൂ. വരും വരും അവൻ വരും, തീർച്ചയായിട്ടും വരും. ശ്രീകാന്ത് ഉറപ്പായിട്ടും വന്നിരിക്കും എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ പിച്ചും പേയും ഒക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ നമ്മുടെ രവീന്ദ്രൻ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് മനസ്സിലായി എന്തോ കൈവിട്ടു പോകുന്ന പോലെ. അപ്പൊ സച്ചിക്ക് നമ്മുടെ രവീന്ദ്രനെ അത്രയ്ക്ക് പ്രിയപ്പെട്ടതായതുകൊണ്ട് തന്നെ അച്ഛൻ വേദനിക്കുന്നത് കാണാൻ ഒരിക്കലും നമ്മുടെ സച്ചിക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചിക്ക് മാത്രമല്ല രേവതിക്കും പറ്റില്ല നമ്മുടെ രവീന്ദ്രൻ വേദനിക്കുന്ന കാണാനായിട്ട്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് രാത്രിയായി. രാത്രി ഇങ്ങനെ നമ്മുടെ രേവതി ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് വന്നിട്ട്, അതെ ഇന്ന ഒരു ഗ്ലാസ് പാല് രാത്രി കുടിക്കുന്നത് നല്ലതാ. രാത്രി ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നത് നല്ലതോ? നീ എന്താ ഈ ശീലമൊക്കെ ഉണ്ടാക്കി വെച്ചത്? നീ എന്നെ മാറ്റാൻ നോക്കുകയാണോ? മാറ്റാൻ നോക്കുവന്നല്ല, ഞാന് സച്ചേട്ടനെ മാറ്റിയില്ലേ. എന്നെ മാറ്റി, എങ്കിലും പൂർണ്ണമായിട്ടൊന്നും മാറ്റാൻ പറ്റിയിട്ടില്ല. അതാരെ കൊണ്ടും പറ്റുമെന്ന് തോന്നുന്നില്ല സച്ചേട്ടാ. അതുകൊണ്ട് സച്ചേട്ടൻ ഒരു കാര്യം ചെയ്യേ, ഈ പാല് കുടിക്കുക. അത് പിന്നെ പാലൊക്കെ കുടിക്കാം. രേവതി അച്ഛൻ ഉറങ്ങിയോ? ഇത്രയും സമയം ആലോചിച്ചിരിക്കായിരുന്നു, ഇപ്പോഴാ കിടക്കാൻ പോയത്. അച്ഛൻ ഭക്ഷണം കഴിച്ചായിരുന്നോ? ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു, എങ്കിലും ഒരു സമാധാനവും ഇല്ല. മാത്രമല്ല കുറച്ച് ഭക്ഷണമാണ് കഴിച്ചത്. മനസ്സ് വിഷമിച്ചാല് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? തൊണ്ടേന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങുമോ? അതുകൊണ്ട് അച്ഛന് ഒന്നും കഴിച്ചില്ല. ശ്രീകാന്തിനെ ഓർത്ത് അച്ഛന് നല്ല വിഷമമുണ്ട്. അതുകൊണ്ടായിരിക്കാം കഴിച്ചില്ല എന്നും പറഞ്ഞ് എന്തൊക്കെയോ വാരി വിഴുങ്ങി, അത്രേ ഉള്ളൂ. അതെ സച്ചിയേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ എനിക്ക് തോന്നുക നമ്മൾ ആ ഫംഗ്ഷന് പോകേണ്ടിയിരുന്നില്ല എന്ന്. ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലേ എന്നെ വീട്ടേക്ക് ഫംഗ്ഷന് ഞാൻ വരുന്നില്ലെന്ന്. അപ്പം നീ എന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോയതല്ലേ? ശോ സച്ചേട്ടാ, ഇങ്ങനെയൊക്കെ നടക്കുന്നു ഞാൻ വിചാരിച്ചോ? ഞാൻ വിചാരിച്ചിരുന്നു ഇങ്ങനെയൊക്കെ നടക്കുന്ന. ഞാൻ ചുമ്മാതെ ഇരുന്നാലും അവരെന്തെങ്കിലുമൊക്കെ സീൻ ഉണ്ടാക്കുന്ന എനിക്കറിയായിരുന്നു. അതുകൊണ്ടാ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞത്.
പക്ഷെ നീ കേട്ടില്ലല്ലോ. അപ്പൊ നിനക്കല്ലായിരുന്നോ നിർബന്ധം ഞാൻ വരണമെന്ന്? ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ കുറെ കണ്ടീഷൻസ് ഉണ്ടാകും, അതിന്റെ താഴെ നമ്മൾ പേരെഴുതി ഒപ്പിടണം. അതുപോലെ കുറെ കണ്ടീഷൻസ് വെച്ചല്ലേ നീയും അച്ഛനൊക്കെ എന്നെ കൂട്ടിക്കൊണ്ട് പോയത്. അത് പിന്നെ സച്ചേട്ടനെല്ലാം സമ്മതിച്ചതല്ലേ. അത്രയും സമയം സച്ചേട്ടന് ഒരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നില്ല. അവസാന നിമിഷമല്ലേ കൈവിട്ട് പോയത്. അവസാന നിമിഷം ഞാനാണോ പ്രശ്നം ഉണ്ടാക്കിയത്? അല്ല, അവര് തന്നെയാ പ്രശ്നത്തിനൊക്കെ തുടക്കമിട്ടത്. എനിക്കറിയാം സച്ചേട്ടാ. ഓർക്കാൻ കൂടി വയ്യ ആ സംഭവം. ബലൂണിലെ ഒരു പരിധി വരെ മാത്രമേ കാറ്റടിക്കാൻ പാടുള്ളൂ. കൂടുതൽ കാറ്റടിച്ച് അത് പൊട്ടിപ്പോവും. മനുഷ്യന്റെ കാര്യവും അത് തന്നെയാ. ദേഷ്യം നിയന്ത്രിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. എന്തൊക്കെ അയാള് പറഞ്ഞത്? മോഷ്ടാക്കളുടെ കുടുംബം നിന്റേതെന്ന് പറഞ്ഞു, നിന്നെ കള്ളീന്ന് വിളിച്ചു, നീ മോഷ്ടിച്ചോണ്ട് വരുന്ന കാശും കൊണ്ടാ ഞാൻ കുടിക്കുന്നതെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് ചുമ്മാതിരിക്കാൻ പറ്റുമോ രേവതി? കാറ് ഓടിക്കുമ്പോഴേ കുറുകെ പട്ടികളൊക്കെ വരും. ഓണടിച്ചാല് അവര് മാറും, അല്ലെങ്കിൽ പിന്നെ ഓണടിക്കാതെ ഇറങ്ങി പോന്ന് പറഞ്ഞാല് അവര് പോകും. പക്ഷേ ഇങ്ങേരോട് എന്ത് പറയാനാ? അടി കൊടുക്കാതെ അങ്ങേര് മാറില്ലായിരുന്നു. അപ്പോഴങ്ങേര് വായടച്ചത്. അത് പിന്നെ ശ്രീകാന്ത് വർഷയും അവരുടെ വീട്ടിലേക്ക് പോകുന്നു ഞാൻ കരുതിയില്ല സച്ചേട്ടാ. ഇനിയേ എന്ത് ചെയ്യുന്നറിയില്ല. എല്ലാവരും ഭയങ്കര വിഷമത്തില. അച്ഛന്റെ കാര്യം ഓർക്കുമ്പോഴാ കൂടുതൽ സങ്കടം തോന്നുന്നത് എനിക്ക്. ഇതിന് എന്താ ഒരു പരിഹാര മാർഗം? ഞാന് അയാളുടെ വീട്ടിൽ ചെന്ന് മധുസൂദൻ എന്ന് പറയുന്ന അയാളുടെ ചെകിടത്തിൽ രണ്ടെണ്ണം പൊട്ടിച്ച് അവരെ കൂട്ടിക്കൊണ്ട് വരാം. പിന്നെ അവരെ അടിച്ചതിന്റെ പേരിൽ അവരാ വീട്ടിലേക്ക് പോയത്. ഇനിയും ചെന്ന് അടി കൊടുത്തു കഴിഞ്ഞാലേ സന്തോഷത്തോടു കൂടി അവർ രണ്ടുപേരും സച്ചേട്ടന്റെ കൂടെ വരുന്നു തോന്നുന്നുണ്ടോ? സച്ചേട്ടൻ എന്താ അടി കൊടുത്തിട്ട് മതിയാവുന്നില്ല? ഇതെന്താ സച്ചേട്ടാ ഇത്? എന്തിനും അടി അടി അടി. എല്ലാവരും ഒന്നിച്ച് ഈ വീട്ടിൽ സന്തോഷത്തോടു കൂടി കഴിയണമെന്ന് അച്ഛന്റെ ആഗ്രഹം. അത് സച്ചേട്ടനെ അറിയാലോ. മക്കളും മരുമക്കളും കൂടെ വേണമെന്ന് അച്ഛൻ എപ്പോഴും പറയാറില്ലേ? ആ വിഷമം ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ? അവർ രണ്ടുപേരും കൂടെ ഇല്ലാത്തത് കൊണ്ട് വിഷമം കാണുമ്പോൾ എനിക്ക് എന്തോ സഹിക്കാൻ പറ്റുന്നില്ല. പാവം അച്ഛൻ മനസ്സിൽ എന്ത് വിഷമം വെച്ചിട്ടായിരിക്കും നടക്കുന്നത്. ശ്രീകാന്ത് വർഷയും എത്രയും പെട്ടെന്ന് ഈ വീട്ടിലേക്ക് വരണം. അതിന് എന്ത് ചെയ്യണമെന്നാ ഇനി നമ്മൾ ആലോചിക്കേണ്ടത്. അത് പിന്നെ അച്ഛൻ അവനെ വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറഞ്ഞല്ലോ രേവതി. വരില്ലെന്നല്ലേ അവൻ പറഞ്ഞേക്കുന്നത്. അത് അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞായിരിക്കുന്നേ, അല്ലാതെ മനസ്സിലൊന്നും കാണില്ല. അവൻ അങ്ങനെ പറഞ്ഞെന്ന് കരുതി വിടാൻ പാടില്ലല്ലോ. അവര് രണ്ടുപേരെയും വീട്ടിലേക്ക് കൊണ്ടുവരാനേ നമ്മൾ തന്നെ വേണം മുൻകൈ എടുക്കേണ്ടത്. അത് വേണ്ടേ സച്ചേട്ടാ? സച്ചേട്ടനൊന്ന് ചിന്തിച്ചു നോക്ക്, അതല്ലേ അതിന്റെ ശരി. അപ്പം അതിനെന്ത് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ആലോചിക്കണം. അത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല രേവതി. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഏതായാലും രേവതിക്കും സച്ചിക്കും ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെയാണ് കേട്ടോ. രവീന്ദ്രൻ ഉറങ്ങാത്തിടത്തോളം കാലം സച്ചി രേവതി ഉറങ്ങുമല്ലോ. ഈ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ മധുസൂദനെയാണ് കേട്ടോ. അപ്പം മധുസൂദൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വർഷയാണെങ്കിൽ ഇങ്ങനെ പോകാൻ തുടങ്ങുക ഡബിങ്ങിന്. അപ്പം മധുസൂദനും പിന്നെ മഹിമയും ഉണ്ട്. അപ്പം മഹിമയും മധുസൂദനും ഇങ്ങനെ വന്നിട്ട്, അതെ മോളിത് എവിടെ പോവാ? അതെ ഞാന് ഡബിങ് സ്റ്റുഡിയോയിലേക്ക് പോവാ. ഡബിങ് സ്റ്റുഡിയോയിലേക്കോ? എന്തിന്? അതെ നീ എന്തിനാ മോളെ സ്റ്റുഡിയോയിൽ പോകുന്നത്? ഞാൻ സ്റ്റുഡിയോയിൽ പോകുന്നത് ഡാൻസ് കളിക്കാന്. എന്താ? സ്റ്റുഡിയോയിൽ പോകുന്നത് എന്റെ ജോലി ചെയ്യാനാണെന്ന് അറിയില്ലേ? അത് പിന്നെ നീ എന്തിനാ മോളെ ഇപ്പൊ ആ ജോലി ചെയ്യുന്നത്? ആ ജോലി വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ. എനിക്ക് ആ ജോലി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണോ? അല്ലല്ലോ. കുറച്ച് നാളത്തേക്കെങ്കിലും ആ ജോലിക്ക് പോകാതിരിക്കുക, വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കുക. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നീ എവിടെയും പോണ്ട. ഇപ്പൊ എന്താ പ്രശ്നം? ഇവിടെ എന്താ പ്രശ്നം നടന്നത്? ഞാൻ ജോലിക്ക് പോകും. നീ ജോലിക്ക് പോവണ്ട. അയ്യേ പിന്നെ ഞാൻ ജോലിക്ക് പോകും. ഞാൻ ജോലിക്ക് പോയില്ലെങ്കിലേ എന്നെ പറഞ്ഞു വിടും, വേറെ ആളെ വെക്കും. ജോലി പോവാണെ പോട്ടെ, നിനക്ക് ഈ ജോലി ഇല്ലെങ്കിൽ വേറൊരു ജോലി കിട്ടൂല്ലോ. അപ്പൊ നമ്മുടെ മധുസൂദൻ പതുക്കെ വന്നിട്ട്, അതെ നീ റെസ്റ്റ് എടുക്ക, നിന്റെ മനസ്സിപ്പോ ശരിയല്ല. എന്റെ മനസ്സിനെ യാതൊരു പ്രശ്നമില്ല. ദേ നീ എന്തൊക്കെയാ മോളെ ഈ വിളിച്ചു പറയുന്നത്? നീ ഇപ്പം വല്ലാതെ വീക്കായിട്ട് നിൽക്കുക. നിന്റെ അച്ഛൻ അവരെ അടിച്ചില്ലേ? എങ്കിൽ പിന്നെ അച്ഛന് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്ക. അച്ഛനല്ലേ ക്ഷീണം? അതെ ഞാൻ ക്യാഷിന് വേണ്ടിയൊന്നും അല്ല ജോലി ചെയ്യുന്നത്. ഐ ലവ് മൈ ജോബ്. അതുപോലെ തന്നെ എന്റെ പാഷന്, അത് തന്നെ എന്റെ ജോലി. അതെ നിന്റെ ജോലി വലിയ ഫ്ലൈറ്റ് ഓടിക്കുന്ന ജോലിയല്ലേ? ഞാൻ ഫ്ലൈറ്റ് ഓടിക്കുമൊന്നും അല്ല ഇപ്പൊ ചെയ്യുന്ന എന്റെ ജോലി. അത് തന്നെ എനിക്ക് വലുത്, അത് തന്നെ എനിക്ക് പ്രാധാന്യം. ആ ജോലി വിട്ട നിനക്ക് എന്താ മോളെ പ്രശ്നം? കല്യാണം കഴിഞ്ഞതിന് ശേഷവും അവൻ ചെയ്ത ജോലി വിട്ടോ? ഇല്ലല്ലോ, അവൻ ആ ജോലിയല്ലേ ചെയ്യുന്നത്. അല്ല അമ്മേനെ കല്യാണം കഴിച്ചതിന് ശേഷം അച്ഛന്റെ ജോലി വിട്ടോ? വിട്ടില്ലല്ലോ. അപ്പം എന്റെ കല്യാണം കഴിഞ്ഞപ്പം ഞാൻ എന്തിനു ജോലി വിടണം? അമ്മേ ഇതെന്റെ പാഷനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. മോളെ നീ എഞ്ചിനീയറിംഗ് കഴിഞ്ഞല്ലേ, നിനക്ക് വേണമെങ്കിൽ വലിയ കമ്പനിയിൽ ഈ അച്ഛൻ ജോലി മേടിച്ചു തരാം.
എന്റെ പൊന്നച്ചാച്ചന്റെ ജോലിയൊന്നും എനിക്ക് വേണ്ട. എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലിയാ ഞാൻ ചെയ്യുന്നത്. അതിന്റെ സർട്ടിഫിക്കേഷൻ എന്താണെന്ന് എനിക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ ഒന്നും പറയണ്ട, നിങ്ങൾ ബോധേഡാവണ്ട. ഞാൻ ജോലിക്ക് പോകുന്നു പറഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകും. എന്റെ വിഷയത്തിലെ പിന്നെ നിങ്ങൾ തലയിടാൻ വരരുതേ. എനിക്ക് ടൈമായി, ഞാൻ പോകുന്നേ. അപ്പോഴത്തേക്ക് നമ്മുടെ മഹിമ മോളെ മോളെ വർഷം നിക്ക് വർഷേ എന്ന് പറഞ്ഞ് പുറകെ ചെല്ലുക. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ വർഷം മൈൻഡ് ചെയ്യാതെ അങ്ങ് പോയി. അപ്പം മഹിമ പറഞ്ഞു, ഇതെന്താ മധുവേട്ട, ഇനിയിപ്പം അവര് മനസ്സ് മാറ്റിയിട്ട് എന്റെ മോളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുമോ? അവൾ അങ്ങനെയൊന്നും പോവില്ല. ചിലപ്പം വീട്ടിൽ അടച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവക്ക് അങ്ങോട്ടേക്ക് പോകണമെന്ന് തോന്നും. അതുകൊണ്ട് തൽക്കാലം അവള് ജോലിക്ക് പോകുന്നത് തന്നെയാ നല്ലത്. നിന്റെ മോളുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാലോ. ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡബിങ് സ്റ്റുഡിയോയിൽ നമ്മുടെ വർഷ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ രേവതി വരികയാണ്. അപ്പൊ രേവതി വന്നിട്ട് ആ ഡബ് മാസ്റ്ററോട് പറഞ്ഞു, അത് പിന്നെ എനിക്ക് വർഷേനെ ഒന്ന് കാണണമായിരുന്നു, ഒന്ന് സംസാരിക്കണമായിരുന്നു. അതിനിപ്പോ എന്താ, അവിടെ വെയിറ്റ് ചെയ്തോളൂ, ഞാൻ വർഷയോട് പറഞ്ഞേക്കാം. അല്ല, പേരെന്തായിരുന്നു? എന്റെ പേര് രേവതി. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ ഇതാ അവിടെ നിന്ന് ചെറിയൊരു ഇതുണ്ടല്ലോ, ചെറിയൊരു കാണാൻ പറ്റുന്നൊരു ഭാഗം ഉണ്ടല്ലോ, അവിടെ കൂടെ നമ്മുടെ വർഷ കാണുന്നുണ്ട്. അപ്പൊ വർഷ ഏതായാലും ഡബ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ രേവതിയെ കാണാനായിട്ട് ഇറങ്ങി വന്നു കേട്ടോ. ഇറങ്ങി വന്ന ഉടനെ തന്നെ നമ്മുടെ വർഷ ചോദിക്കുന്നുണ്ട്, എന്താ രേവതി ചേച്ചി എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നത്? അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി അങ്ങ് കരയാൻ തുടങ്ങി കേട്ടോ. കരയാൻ തുടങ്ങിയത് വർഷ ചോദിച്ചു, എന്തിനാ രേവതി ചേച്ചി ഇങ്ങനെ കരയുന്നത്? വർഷ എന്താ വീട്ടിലേക്ക് വരാത്തത്? വർഷ എന്താ ഒന്ന് വിളിക്കാത്തത്? എന്തുകൊണ്ടാണെന്ന് ചേച്ചിക്ക് അറിയില്ലേ ഞാൻ വരാത്തത് എന്താ, വിളിക്കാത്തത് എന്താന്നൊക്കെ? അത് അതെനിക്കറിയാം. നിങ്ങൾ എത്ര നാളിങ്ങനെ വീട്ടിലേക്ക് വരാതെ നിൽക്കും? നിങ്ങൾ വരാത്തത് കൊണ്ട് വീട്ടിലെല്ലാവരും വലിയ വിഷമത്തിലാ. ആ വീട് സത്യം പറഞ്ഞാല് ഒരു മരിച്ച വീട് പോലെ. അച്ഛന് വലിയ സങ്കടമുണ്ട്. നിങ്ങൾ പോയതോടുകൂടി വീട്ടിലെ സന്തോഷം പോയി, സമാധാനം പോയി. ചേച്ചിയുടെ ഹസ്ബൻഡ് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നുണ്ടോ? സച്ചേട്ടൻ എന്തിനു സന്തോഷിക്കണം വർഷേ? അദ്ദേഹം കാരണമാണല്ലോ ഞാൻ വീട്ടിലേക്ക് വരാതിരിക്കുന്നത്. അദ്ദേഹം എന്റെ അച്ഛനെ അടിച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. എന്താ വർഷ ഈ പറയുന്നത്? സച്ചേട്ടൻ വർഷയുടെ അച്ഛനെ അടിക്കുന്നത് മാത്രമേ നീ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ബാക്കിയൊന്നും കണ്ടിട്ടില്ല. പറഞ്ഞതൊന്നും വർഷയും ശ്രീകാന്ത് കേട്ടില്ലല്ലോ. എനിക്കറിയാം. അല്ല, ചേച്ചി ചെയിൻ മോഷ്ടിച്ചെന്ന് അച്ഛൻ പറഞ്ഞു. ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ പറ്റിയതാ. മോഷ്ടിച്ചില്ലെന്ന് അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാന്നല്ലേ ഉള്ളായിരുന്നു. ദേ, അത് വർഷയ്ക്ക് ഇത്ര മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ അതിനു മുമ്പ് എന്തൊക്കെ എന്നെ അപമാനിച്ചെന്നോ, എന്തൊക്കെ എന്നോട് പറഞ്ഞെന്നോ. ഞാൻ മാല മോഷ്ടിച്ചെന്ന് പറഞ്ഞ ഉടൻ തന്നെ സച്ചേട്ടൻ വർഷയുടെ അച്ഛനെ അടിച്ചിട്ടൊന്നുമില്ല. അപ്പോഴൊക്കെ സച്ചേട്ടൻ ക്ഷമിച്ച് നിൽക്കുകയായിരുന്നു. വർഷയുടെ അച്ഛനെ പറഞ്ഞു മനസ്സിലാക്കാനാവുന്നത്ര സച്ചേട്ടൻ നോക്കിയിരുന്നു. അതുപോലെ അച്ഛനും നോക്കിയിരുന്നു. സച്ചേട്ടൻ പറഞ്ഞതൊന്നും അദ്ദേഹം കേട്ടില്ല. അദ്ദേഹം അതൊന്നും കേൾക്കാനുള്ള ഒരു ക്ഷമ കാണിച്ചില്ല. ഞങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ വർഷയുടെ അച്ഛൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അത് എന്റെ മനസ്സിലാക്കൊണ്ടത്. സച്ചേട്ടന്റെ അച്ഛൻ പറഞ്ഞിട്ടും വർഷയുടെ അച്ഛൻ കേട്ടില്ല. അത് വർഷയ്ക്ക് അറിയാമോ? ഇല്ല, വർഷയ്ക്ക് അറിയില്ല. എനിക്കറിയാം. വർഷ അവിടെ ഇല്ലായിരുന്നു. ക്ഷമയോടെ സച്ചേട്ടൻ ഇറങ്ങി അവിടെ സംസാരിക്കായിരുന്നു. അത്ര ക്ഷമയോടുകൂടി സച്ചേട്ടൻ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഫംഗ്ഷന് വരുന്നില്ലെന്നേ സച്ചേട്ടൻ പറഞ്ഞതാ. ഞാനാ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നത്. ഇതെല്ലാം എന്റെ തെറ്റ് തന്നെയാ. അദ്ദേഹം കാരണം ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്നുള്ള ആ ഒരു തീരുമാനം എടുത്തിട്ടായിരുന്നു ആ ഫംഗ്ഷനിൽ വന്നത്. എനിക്ക് തന്ന വാക്ക് പാലിക്കാൻ വേണ്ടി അദ്ദേഹം ആ ദിവസം ആരോടും സംസാരിച്ചിരുന്നില്ല. ഓഡിറ്റോറിയത്തിന്റെ ഏറ്റവും പുറകിലായിട്ടൊരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുകയായിരുന്നു. അയ്യോ, പിന്നെ മിണ്ടാതെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരാള്. അത് പിന്നെ വർഷ, ഞാൻ പറഞ്ഞത് നേരെ. സത്യമായിട്ടും അവിടെ ഫംഗ്ഷൻ തുടങ്ങിയത് മുതൽ അദ്ദേഹത്തെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ചിലരൊക്കെ ശ്രമിച്ചിരുന്നു. അത് വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം. പക്ഷെ അദ്ദേഹം ക്ഷമയോടെ ഇരുന്നു. ഒന്നിനോടും പ്രതികരിച്ച് ഒന്നും ഇരുന്നില്ല. അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ശ്രമമായിരുന്നു എന്ന് ഇപ്പൊ ആലോചിക്കുമ്പം എനിക്ക് തോന്നുക. അതിനുവേണ്ടി തന്നെയാ പല കാര്യങ്ങളും ചെയ്തത്. ആരൊക്കെയോ പ്ലാൻ ചെയ്ത് തന്നെ ചെയ്തതാണ്. അതെനിക്ക് ഉറപ്പുണ്ട്. വർഷയുടെ അച്ഛൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ എന്തൊക്കെയാ പറഞ്ഞത്? മാല ഞാൻ മോഷ്ടിച്ചെന്ന് പറഞ്ഞു. അതുമാത്രമല്ല, ഞാൻ കള്ളിയാണത്രേ. ഞാൻ മാത്രമല്ല, എന്റെ കുടുംബം മോഷ്ടിച്ച് ജീവിക്കുകയാണത്രേ. ഇതൊക്കെ കേട്ട് നിൽക്കാൻ പറ്റുമോ വർഷേ? ഏതെങ്കിലും ഒരു പെണ്ണിന് ഇതൊക്കെ കേട്ട് നിൽക്കാൻ പറ്റുമോ? എന്നിട്ടും ഞാനും സച്ചേട്ടനും അതൊക്കെ ക്ഷമിച്ച് കേട്ട് നിന്നു. നിന്നോട് ഇങ്ങനെ ആരെങ്കിലും സംസാരിച്ചാൽ നീ എന്ത് ചെയ്യും? നിനക്ക് ക്ഷമിക്കാൻ പറ്റുമോ? പൊറുക്കാൻ പറ്റുമോ? അത് പിന്നെ അത് അച്ഛനെ അറിയാതെയല്ലേ രേവതി ചേച്ചി? അറിയാതെ ഒരാളുടെ മേലെ ഇങ്ങനെയൊക്കെ കുറ്റം ചുമത്താൻ പറ്റുമോ ഒരാൾ?
അറിയാതെ ഒരാളുടെ മേൽ ഇങ്ങനെയൊക്കെ കുറ്റം ചുമത്താൻ പറ്റും ഒരാൾക്ക്? അല്ല, ഞാൻ മോഷ്ടിച്ചുകൊണ്ട് കൊടുക്കുന്ന കാശ് കൊണ്ടാണ് എൻ്റെ ഭർത്താവ് കള്ളു കുടിച്ചതെന്നൊക്കെ പറഞ്ഞപ്പം അതൊക്കെ അതൊക്കെ കേട്ടോണ്ട് നിന്നു. മാത്രമല്ല സച്ചേട്ടനും പരമാവധി പരമാവധി ക്ഷമിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ക്ഷമിച്ചു. നിനക്ക് പിച്ചയെടുത്ത് ജീവിച്ചൂടെന്ന് എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ വർഷയ്ക്കങ്ങ് എന്തോ പോലെ ആയിപ്പോയിട്ട്, ഏതായാലും വർഷയുടെ ആ ഒരു മുഖം ഇങ്ങനെ സൂം ചെയ്ത് കാണിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് വരാട്ടോ. അപ്പോൾ അതുവരെ എല്ലാ കൂട്ടർക്കും ടാറ്റ ബൈ ബൈ. ഇത് കഴിയുമ്പോൾ നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും കഥയായിട്ടാട്ടോ ഞാൻ വരാൻ പോകുന്നത്. അപ്പോൾ മറക്കാതെ കാണണേ. അപ്പോൾ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാനും മറക്കരുത്. ടാറ്റ ബൈ ബൈ.